വിതച്ചവരുടെ പുഞ്ചിരി വെട്ടും. കന്യകാനന്ദനന്റെ കാരുണ്യവർഷം കണ്ണീരിൽ വിതച്ചവരുടെ പുഞ്ചിരി വെട്ടും. മരക്കുരിശിവിടെ മൺചട്ടികളുമില്ലിവിടെ സമർപ്പണത്തിൻ സുഫലമാം സമൃദ്ധിയും പാടും. മരക്കുരിശിവിടെ മൺചട്ടികളുമില്ലിവിടെ സമർപ്പണത്തിൻ സുഫലമാം സമൃദ്ധിയും പാടും. അല്ലലിന്റെ തീരത്തെ വിണ്ടുണങ്ങിയ പാടത്ത് ഇല്ലായ്മയിലുമെല്ലാം മറന്നൊന്നായി നിന്നു. അവർ കണ്ണുനീരാൽ മണ്ണു നനച്ചു വിത്തു വിതച്ചു. അല്ലലിന്റെ തീരത്തെ വിണ്ടുണങ്ങിയ പാടത്ത് ഇല്ലായ്മയിലുമെല്ലാം മറന്നൊന്നായി നിന്നു. അവർ കണ്ണുനീരാൽ മണ്ണു നനച്ചു വിത്തു വിതച്ചു. മാമഴയിൽ പൂമഴയിൽ ഞാറുമുളച്ചു. മാനത്തെ പൊന്നമ്പ്രാൻ മന്ദഹസിച്ചു. മാമഴയിൽ പൂമഴയിൽ ഞാറുമുളച്ചു. മാനത്തെ പൊന്നമ്പ്രാൻ മന്ദഹസിച്ചു. കണ്ണീരാതുരത്തോളം പുന്നൽ പാടം 90 100 വിളി പൊന്മണി പാടം. കണ്ണീരാതുരത്തോളം പുന്നൽ പാടം 90 100 വിളി പൊന്മണി പാടം. അല്ലലിന്റെ തീരത്തെ വിണ്ടുണങ്ങിയ പാടത്ത് ഇല്ലായ്മയിലുമെല്ലാം മറന്നൊന്നായി നിന്നു. അവർ കണ്ണുനീരാൽ മണ്ണു നനച്ചു വിത്തു വിതച്ചു. അവർ കണ്ണുനീരാൽ മണ്ണു നനച്ചു വിത്തു വിതച്ചു. അവർ കണ്ണുനീരാൽ മണ്ണു നനച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതിനൊന്നും പോകണ്ട എന്ന്. ആര് കേൾക്കാനാ? എന്നിട്ടിപ്പോൾ എന്തു പറ്റി? മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. ഇറക്കാനും തുപ്പാനും മേലാത്ത എന്താ വർക്കീച്ചന്റെ വായില്? അല്ല, കോഴി അടയിരിക്കുന്നത് പോലെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നവർ ഈ ലോകത്ത് നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? ലോകത്ത് നടക്കുന്നതെല്ലാം സന്യാസിമാരായ നമ്മൾ അറിയണോ വർക്കീച്ച? ദേ 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 ഈ പുണ്യം പറച്ചിലൊന്ന് നിർത്തിക്കേ. ഇപ്പോൾ എന്തുണ്ടായി വർക്കീച്ച? റോമാസഭയിലേക്ക് പോയതുകൊണ്ട് നേരിടേണ്ടി വരുന്ന ഈ നിന്ദയും പരിഹാസവും പകയും വിരോധവും ഒക്കെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. മനസ്സിന്റെ ധൈര്യവും വിശ്വാസവും പോലും ചോർന്നു പോകുന്നത് പോലെ. പരീക്ഷണങ്ങളും സംഘർഷങ്ങളും ഒറ്റപ്പെടുത്തലുമെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഈ യാത്രയിലെ മരുഭൂമിയും മണൽക്കാടും മണൽക്കാറ്റുമൊക്കെ നമ്മെ തളർത്തി കളഞ്ഞാലോ? എന്നാൽ തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് ലക്ഷ്യത്തിന് മഹത്വം വർദ്ധിക്കുന്നത്. സത്യം കണ്ടെത്തി അതിനെ സ്വീകരിച്ചപ്പോൾ അവഹേളിക്കുകയും സത്യത്തിന്റെ മുഖം വികൃതമാക്കുകയുമല്ലേ അവർ ചെയ്യുന്നത്? സത്യത്തിന്റെ മുഖം വികൃതമാക്കുന്നവർ സ്വയം വികൃതമാകുകയാണെന്നുള്ള സത്യം അവർ മനസ്സിലാക്കും. വാശിയും വൈരാഗ്യം കൊണ്ട് മാത്രം പുനരൈക്യത്തിനെ മുളയിൽ തന്നെ നശിപ്പിക്കാനല്ലേ അവർ ശ്രമിക്കുന്നത്? ദൈവത്തിന്റെ സഭയെ ആർക്കും നശിപ്പിക്കാനാവില്ല വർക്കീച്ച. വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് വീണ പോലെയാ നാം ഇന്ന്. ശരിയാണ്. കലഹത്തിനും വിദ്വേഷത്തിനും പുറംതിരിഞ്ഞ് നടന്ന നമ്മൾ ഇന്ന് എതിർപ്പും അക്രമവുമാണ് നേരിടുന്നത്. ജനിച്ചു വളർന്ന് ഇന്നലെ വരെ ജീവിച്ച സഭയിൽ നിന്നും ഒരാദർശത്തിന്റെ പേരിൽ ഇറങ്ങി തിരിച്ചപ്പോൾ സമുദായം മാത്രമല്ല ഉറ്റവരും ഉടയവരും വരെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു. ഫറവോന്റെ തടവറ വിട്ടിറങ്ങിയ ഇസ്രായേൽ ജനത നടന്നെടുത്തത് സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും കനാൻ നാട്ടിലേക്കല്ലേ? ഓ പിന്നെ, പറയാൻ എത്ര എളുപ്പം, കേൾക്കാൻ എത്ര സുന്ദരം. ദിവന്യാസ്യോസ് വലിയ തിരുമേനി പുറപ്പെടുവിച്ച പള്ളിക്കൽപ്പനയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അച്ഛൻ അറിയാമോ?
കത്തോലിക്കാ സഭയിലേക്ക് പോയവരെയും പോകുന്നവരെയും ശപിച്ചും പരിഹസിച്ചും കൊണ്ടുള്ള ഈ കൽപ്പന ഒരാശയക്കുഴപ്പം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശാപവും പരിഹാസവും മാത്രമല്ല, റോമാസഭയിലേക്ക് പോകുന്നവരെയും പോയവരെയും ഏത് വിധേനയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ളൊരു ആഹ്വാനം കൂടിയാണ് ആ കൽപ്പന. പക്ഷേ ഈ ആഹ്വാനം ഒരുതരം ഭീഷണിയും പീഡനവുമായി മാറിയിരിക്കുകയാണ്. അതെ, ഈ ഞാനും അത് അനുഭവിച്ചറിഞ്ഞവനല്ലേ. കഴിഞ്ഞ ദിവസം ഞാനും സാധു ആന്റണിയും പാറയിൽ മാത്തച്ഛനും കൂടി പരുമല കവലയിൽ കൂടി പോകുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ റോമാക്കാരല്ലയോ? നമ്മുടെ റീത്തുകാര് അയ്യോ റോമാക്കാര് വരുന്നേ, അയ്യോ റോമാക്കാര് വരുന്നേ, അത് വരുന്നേ പെരുവഴിയിലൂടെ ഞങ്ങളെ പാട്ട കൊട്ടി ആഘോഷിച്ച് നടത്തിയത് ഇങ്ങനെയാണ്. ഇപ്പോൾ വിചാരിക്കുന്നു ഇതിനൊന്നും ഇറങ്ങി പോരേണ്ടിയിരുന്നില്ല എന്ന്. പാറ പോലെ ഉറച്ച വിശ്വാസവും അഗ്നി പോലെ ജ്വലിക്കുന്ന തീഷ്ണതയും നീരുറവ പോലെ പരിശുദ്ധമായ സ്നേഹവും കൈമുതലായുള്ളൊരു നായകൻ മോശയെപ്പോലെ നമ്മെ നയിക്കാനുണ്ടെന്ന കാര്യം വർഗീച്ചൻ മറന്നുപോയോ? എന്നാലും അച്ഛാ, എന്തുണ്ട് കുഞ്ഞേട്ടാ വിശേഷങ്ങളൊക്കെ? വിശേഷമല്ലേ ഉള്ളൂ, ധാരാളം വിശേഷം. പുതിയത് വല്ലതും? പിന്നെ നല്ല ചൂടുള്ള വിശേഷം. കേൾക്കാൻ മനക്കെട്ടി ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. മനക്കെട്ടി മാത്രമല്ല, നല്ല തൊലിക്കട്ടിയുമുണ്ട്. പറഞ്ഞുകൂടെ കാതു കുളിർക്ക കേൾക്കട്ടെ. എനിക്ക് ഇതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ലേ. അച്ഛൻ അറിഞ്ഞോ, പുതുമറ്റം കവലയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രദക്ഷിണം നടന്നു. വെറും പ്രദക്ഷിണമല്ല, വിലാപഗാനം പാടിക്കൊണ്ടുള്ള വിലാപയാത്ര. അതിന് ആരാ അവിടെ മരിച്ചത്? മരിച്ചത് അവിടെ അല്ല, ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശവപ്പെട്ടി പ്രദക്ഷിണം. ഒന്ന് തെളിച്ച് പറ കുഞ്ഞേട്ടാ. എൻ്റെ പൊന്നച്ചോ, ആ കാഴ്ചയൊന്ന് കാണേണ്ടതായിരുന്നു. മല്ലന്മാരെ പോലുള്ള 4 തടിയന്മാർ ഒരു ശവപ്പെട്ടിയും വഹിച്ചുകൊണ്ട് നടക്കുന്നു. അതും പോരാഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ വിലാപഗാനം പാടിക്കൊണ്ട് കുറെ ആഭാസന്മാർ ഏറ്റവും മുൻപിൽ എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് നെഞ്ചു വിരിച്ച് ഞെളിഞ്ഞ് നടക്കുന്നു. ആ കുന്നേൽ മത്തായി, ആ ശവപ്പെട്ടിമേൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ: മെത്രാച്ചൻ മാർ ഇവാനിയോസ്. നാം എല്ലാം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നു തിരുമേനിയുടെ പേര്. അവൻ്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. ദുഷ്ടന്മാരുടെ വായിൽ നിന്നല്ലേ ചാണ്ടിക്കുഞ്ഞെ ശാപവാക്കുകൾ പുറപ്പെടുകയുള്ളൂ. താൻ ആ കൂട്ടത്തിലായോ? പൊന്നു തിരുമേനിയെ നിന്ദിക്കുന്നത് കാണാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാ. പൊറുക്കണം. നിന്ദയെ ശാപവാക്കുകൾ കൊണ്ടാണോ നേരിടേണ്ടത്? എൻ്റെ നാമത്തിൽ നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നല്ലേ തിരുവചനം? അടിയനൊന്ന് ചോദിച്ചോട്ടെ, മരിച്ചവന് നീതി നിഷേധിക്കരുത് എന്നല്ലേ തിരുവചനം? എങ്കിൽ പിന്നെ മൈലപ്രായിൽ വെള്ളി വീട്ടിൽ കുഞ്ഞാനേച്ചൻ മരിച്ചപ്പോൾ അയാളുടെ ശവമടക്കാൻ തടസ്സപ്പെടുത്തിയ നമ്മുടെ ശത്രുപക്ഷത്തെ എങ്ങനെയാണ് സഹിക്കുക? അതിനു മറുപടി യേശുതമ്പുരാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുഭാഗത്തു നിന്നുള്ള കാറ്റ് വളരെ ശക്തമായി വീശിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങ് അറിയണം. ഉയരങ്ങളിലേക്ക് വളർന്നു നിൽക്കുന്ന മരങ്ങൾ കാറ്റത്ത് ചാഞ്ഞാടുന്നത് ചാണ്ടിക്കുഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. ശിഖരങ്ങൾ ഉലഞ്ഞാടുമ്പോൾ വൃക്ഷത്തിൻ്റെ അടിവേരുകൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. പക്ഷേ ആ കാറ്റ് ഒരു കൊടുങ്കാറ്റായി മാറി
വൃക്ഷം വേരോടെ പിഴുതെറിഞ്ഞാലോ? ഒരിക്കലുമില്ല. ഇസ്രായേൽ ജനത്തെപ്പോലെ സത്യത്തിലും ആത്മാവിലും പരസ്പര സ്നേഹത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച നമ്മയും ദൈവം തൻ്റെ അത്ഭുതങ്ങളാൽ നടത്തും. അങ്ങയുടെ ഈ വിശ്വാസവും പ്രതീക്ഷയുമാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ശക്തി പകരുന്നത്. പൊന്നുതമ്പുരാനെ, ക്ഷമിക്കണം, മാപ്പാക്കണം. എന്താണിത്? എഴുന്നേൽക്ക്. നിങ്ങൾ ആരാണ്? അല്ല തിരുമേനി, മറിയ അറിയത്തില്ലയോ? ഇതല്ലയോ ആ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ശവപ്പെട്ടി പ്രദക്ഷിണത്തിന് നേതൃത്വം കൊടുത്ത ആ കുന്നേൽ മത്തായുടെ രണ്ടാമത്തെ സ്വന്തം ഭാര്യ മറിയ? പൊന്നു തിരുമേനി, പൊറുക്കണം. അങ്ങേരൊരു പാവമാ. ആ വടക്കേപ്പള്ളിക്കാർ അതിയാനെ കൊണ്ട് ചെയ്യിച്ചതാ. ഒരു കുപ്പി കള്ളിന്റെ പുറത്ത് അതിയാൻ ചെയ്തതായത്. ക്ഷമിക്കണം. നിങ്ങൾ എഴുന്നേൽക്ക. ഏതായാലും മറിയ ഇപ്പോൾ നമ്മുടെ പക്ഷത്താ. ഈ സംഭവം കഴിഞ്ഞതിൽ പിന്നെ മറിയ മത്തായെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഇല്ല, ദൈവശാപമേറ്റ ഒരുത്തിനെയും എന്റെ വീട്ടിൽ കയറ്റില്ല. എവിടെയെങ്കിലും പോയി തൊലയിട്ടെ. പൊന്നു തിരുമേനി, പൊറുക്കണം. ശരി, പക്ഷേ മറിയ ഒരു കാര്യം ചെയ്യണം. അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം. ഇന്ന് തന്നെ മത്തായി വിളിച്ച് വീട്ടിൽ ചേർക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹമായി കഴിയണം. ചെയ്യാമോ? ഓ, ചെയ്തോളാമേ. എന്നാ മറിയ ചെല്ല്. എന്താ ചമ്മാശ, അവിടെ വെണ്ണിക്കുളത്ത് ആശ്രമത്തിൽ എന്തുണ്ട് വിശേഷം? ആശ്രമസ്ഥർ സന്തോഷമായിരിക്കുന്നോ? ഉവ്വ്. പിന്നെ നമ്മുടെ ആ അമ്മിണിപ്പശു കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തളർന്നു വീണു. അധികം കഴിയും മുമ്പ് ചത്തും പോയി. കഷ്ടം. നല്ലതുപോലെ പാല് തന്നുകൊണ്ടിരുന്ന പശുവായിരുന്നല്ലോ. ശത്രുക്കൾ ആരോ എന്തോ ചെയ്തുവെന്നാ പറച്ചിൽ. എന്ത് ചെയ്തോന്നാ? തൊഴുത്തിൻ്റെ വടക്കേപ്പുറത്ത് ഒരു തൂശനിലയിൽ കുറെ പൂവും കുങ്കുമവും ചത്ത കോഴിത്തലയും ഒക്കെ കിടക്കുന്നത് ആ കറവക്കാരെ ശങ്കരൻ കണ്ടു. ഏതോ കൂടോത്രമാണെന്നാ അയാൾ പറഞ്ഞത്. ശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മന്ത്രവും കൂടോത്രവും ഒന്നും ഫലിക്കയില്ല ചമ്മാശ. ആട്ടെ, നമ്മുടെ ബെർസ്കീപ്പാച്ചൻ്റെ നിലപാടെങ്ങനെയാ? കൂടെ കൂടെ മുണ്ടമലയ്ക്ക് പോകാറുണ്ട്. അങ്ങോട്ടാ കൂടുതൽ ചായ്വെന്ന് തോന്നുന്നു. പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ ആശ്രമസ്ഥരോട് കോപവും പിണക്കവും ഉച്ചത്തിലുള്ള സംസാരവുമൊക്കെയാ. അയാളുടെ സ്വഭാവമാറ്റം ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. പുനരൈക്യത്തിനായി നമ്മുടെ കൂടെ മുണ്ടമല വിട്ട് പുറപ്പെട്ടിട്ട് ഇതുവരെ പുനരയിക്കപ്പെടാതെ അതിനുള്ള ആഗ്രഹം പോലും കാണിക്കാത്ത അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ എല്ലാവർക്കും സംശയമുണ്ട്. അന്ന്